ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവാണ്. ഇവിടെ പോസിറ്റീവ് തിങ്കിങ് ആണ് ആവശ്യം, നെഗറ്റീവിന് സ്ഥാനമില്ല. റീഡിങ് കാണുന്ന എല്ലാവരും ഒരേ എനർജിയിലെ ഡിഫറെൻറ്റ് എനർജിയാണ്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻറൽലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന റീഡിംഗ് ആണ്. ആദ്യം നമ്മൾ ഓറക്കിൾ ഡെക്കാണ് ഷഫിൾ ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി, നിങ്ങളുടെ എനർജിയുമാണ് നമ്മൾ റീഡിങ്ങിലൂടെ നോക്കുന്നത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ബ്രേക്കിംഗ് ഫ്രീ ആദ്യത്തെ കാർഡ്. സ്റ്റെബിലിറ്റി. സ്റ്റേ സ്ട്രോങ്. Strong roots. Love stories. Fluttering hearts. ഡിവൈൻ മാച്ച്. സോൾമേറ്റ് കണക്ഷൻ എന്ന് തന്നെയാണ് ഫൈനലായിട്ട് നമുക്കുള്ള കാർഡ് കിട്ടിയിട്ടുള്ള കാർഡ്. ഓരോ കാർഡ്സിൻ്റെയും മീനിങ്ങിലേക്ക് പോവുകയാണ്. പോസിറ്റീവ് തിങ്കിങ് ആണ് ഇവിടെ ആവശ്യം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് എല്ലാവരും ഒരു എനർജി അല്ല എന്ന് പറഞ്ഞു. ആദ്യത്തെ കാർഡിൻ്റെ മീനിങ്ങിലേക്ക് പോവുകയാണ്. ഇവിടെ ബ്രേക്കിംഗ് ഫ്രീ എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇത്രയും ഡിസ്റ്റൻസിൽ വെച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ? ഓക്കെ, ബ്രേക്കിംഗ് ഫ്രീ എന്നാണ് ആദ്യം കിട്ടിയിട്ടുള്ള കാർഡ്. ഗെറ്റിംഗ് ഔട്ട് ഓഫ് എ സിറ്റുവേഷൻ ഓർ ബീയിങ് ഓൺ യുവർ ഓൺ നൗ. എന്താണ് പറയുന്നത്? ഫ്രീഡം, ഇൻഡിപെൻഡൻറ്റ്. നിങ്ങളുടെ എനർജിയാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറുടെ എനർജിയാണ്. നിങ്ങളിലേക്ക് വന്നിട്ടുള്ള ഒരു മാറ്റത്തെ യൂണിവേഴ്സ് കാണിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരു മാറ്റത്തെ യൂണിവേഴ്സ് കാണിക്കുന്നു. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളോട് ഇപ്പോഴായിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് പുറത്തു വരാനാണ് പറയുന്നത്. നിങ്ങളൊരു സ്റ്റക്ക് എനർജി ഉണ്ടെങ്കിൽ ആ സ്റ്റക്ക് എനർജിയെ റിമൂവ് ചെയ്തുകൊണ്ട് സ്വതന്ത്രമായിട്ട് പുറത്തേക്ക് വരൂ. യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് പുറത്തേക്ക് വരൂ. നിങ്ങളുടെ ചിന്തകളിലേക്ക് മാറ്റം കൊണ്ടുവരൂ എന്നാണ് പറയുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം, നിങ്ങളുടെ കാര്യങ്ങളൊന്നും നേടുന്നില്ല, സക്സസിലേക്ക് എത്തുന്നില്ല, പേഴ്സൺ തിരിച്ചു വരുന്നില്ല. എല്ലാവർക്കും നല്ല പറയുന്നേ എങ്കിൽ കുറച്ചു പേർക്ക് ഇവിടെ കാണിക്കുന്ന എനർജിയാണ് പറയുന്നത്. യൂണിവേഴ്സ് എന്താണ് പറയുന്നത്? നിങ്ങളുടെ ആ ഒരു ചിന്താഗതിയിൽ നിന്ന്, നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് പുറത്തേക്ക് വരിക. പോസിറ്റീവ് മൈൻഡ് സെറ്റാക്കുക. സ്റ്റെബിലിറ്റി. ഫൈൻഡിങ് യുവർ ബാലൻസ് ആൻഡ് നോട്ട് റോക്കിംഗ് ദി ബോട്ട്. പോയിസ്ഡ്, കാം, സ്റ്റഡി. നിങ്ങളിലേക്കൊരു ബാലൻസ് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. സ്റ്റെബിലിറ്റി തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. അത് കണ്ടെത്താനാണ്. നിങ്ങളുള്ള നെഗറ്റീവ് ചിന്തകളെ റിമൂവ് ചെയ്യുക. ആദ്യത്തെ കാർഡ് പറയുന്നു. പുറത്തേക്ക് കിടക്കുക. നിങ്ങളുടെ പോസിറ്റീവ് തിങ്കിങ്ങിനെയാണ് പറയുന്നത്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ബാലൻസ്. ലൈഫിൽ ഒരു ബാലൻസ് കൊണ്ടുവരിക. ഇവിടെ മനസ്സിനൊരു കുലുക്കവും പാടില്ല എന്ന് പറയുന്നേ. ചിന്തകൾക്കൊരു മാറ്റം പാടില്ല. നെഗറ്റീവ് എനർജി ഇവിടെ സ്ഥാനമില്ല. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് എനിക്ക് ഞാൻ ആഗ്രഹിച്ച കാര്യം നേടുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് ഇവിടെ വേണ്ടത്. നെക്സ്റ്റ് കാർഡ് എന്താ പറയുന്നത് നോക്കാം. സ്റ്റേ സ്ട്രോങ്. നിങ്ങൾക്കുള്ള എനർജി തന്നെയാണ്, നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്ന കാര്യത്തെ തന്നെയാണ് സ്റ്റേ സ്ട്രോങ് കാർഡ് പറയുന്നത്. ഫൈറ്റ് ഫോർ ലവ് ബട്ട് ചൂസ് യുവർ ബാറ്റിൽസ് വൈസ്ലി.
കറേജ്, ലോയൽറ്റി, ട്രൂത്ത്. സ്നേഹത്തിന് വേണ്ടി പോരാടുക എന്നാണ് ഈ കാർഡ് പറയുന്നത്. പരിശ്രമിക്കുക തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. പക്ഷേ ബുദ്ധിപൂർവമായിരിക്കണം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് നമ്മൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുന്നത് ബുദ്ധിപൂർവമായിരിക്കണം. പറയുന്ന കാര്യങ്ങളിൽ, ചെയ്യുന്ന പ്രവൃത്തിയിൽ വളരെയേറെ ചിന്തിച്ചുകൊണ്ട് വേണമെന്നാണ് പറയുന്നത്. സ്ട്രോങ് ആയിട്ടിരിക്കാൻ പറയുന്നുണ്ട്, ട്രൂത്ത് ആയിട്ടിരിക്കാൻ പറയുന്നുണ്ട്. ഇവിടെ കറേജാണ് ആവശ്യം. ധൈര്യമായിട്ടിരിക്കുക, പോസിറ്റീവ് തിങ്കിങ് ഉണ്ട്, യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നിനെയും ഭയക്കേണ്ട കാര്യമില്ല. സ്ട്രോങ് റൂട്ട്സ്, ബിൽഡിംഗ് എ ഫൗണ്ടേഷൻ ഓഫ് ട്രസ്റ്റ് വിത്ത് സംവൺ, ഫെയ്ത്ത്ഫുൾ, ഫ്രണ്ട്സ് ഫസ്റ്റ്. നിങ്ങളോട് പറയുന്നത് ഒരാളുമായിട്ട് സൗഹൃദത്തിൻ്റെ, വിശ്വസ്തതയുടെ ഒരു അടിത്തറ കെട്ടിപ്പടുക്കാനാണ്. അപ്പോൾ നിങ്ങളെക്കുറിച്ച് അറിയുന്ന ഒരാളുണ്ടെന്ന് പറയുന്നു, നിങ്ങളുടെ ഫീലിങ്സിനെ അറിയുന്ന ഒരാളുണ്ടെന്ന് പറയുന്നു. അങ്ങനെയുള്ള സൗഹൃദത്തെ മുറുകെ പിടിക്കാൻ പറയുന്നു. നല്ലൊരു സുഹൃത്ത് ബന്ധമുണ്ടാകാം. ആ ഒരു സുഹൃത്ത് ബന്ധത്തെ സ്ട്രോങ് ആയിട്ട് പിടിക്കാൻ, മുറുകെ പിടിക്കാൻ പറയുകയാണ്. വീഡിയോ ബ്രേക്ക് ആവുന്നുണ്ട്, കോൾ വരുന്നുണ്ട് കേട്ടോ. ലവ് സ്റ്റോറീസ്, കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് saying what needs to be said. ടച്ച് ലവ്, ട്രൂത്ത് ടോക്ക്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ ലവ് സ്റ്റോറീസിൽ കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയേണ്ട കാര്യം പറയാൻ പോവുകയാണ്, ആശയവിനിമയം നടത്താൻ പോവുകയാണ്. അപ്പോൾ സത്യസന്ധമായ വാക്കുകളെയാണ് കാണിക്കുന്നത്. അവരുടെ മനസ്സിൽ വരുന്ന നിങ്ങളോടുള്ള സ്നേഹത്തെയാണ് കാണിക്കുന്നത്. പോസിറ്റീവ് തിങ്കിങ് തന്നെയാണ് ഇവിടെ ആവശ്യം. ഫ്ലട്ടറിങ് ഹേർട്സ്, എൻജോയ് ദി റൊമാൻസ് ആൻഡ് ഡിസൈഡ് ഇഫ് യു വാണ്ട് മോർ. എന്താണ്? സ്വീറ്റ് ഫ്ലീറ്റിംഗ് ഫ്യൂച്ചർ. സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു നിമിഷത്തെയാണ് ഇവിടെ കാർഡ്സ് കാണിച്ചു തരുന്നത്. പ്രണയം ആസ്വദിക്കാനായിട്ട് നിങ്ങൾ പോവുകയാണ്. കൂടുതൽ വേണോ എന്നാണ് യൂണിവേഴ്സ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തരുമ്പോൾ അത് ഇപ്പോഴത്തേക്കാളും 10 മടങ്ങായിട്ട് തരാൻ പോവുകയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് അത്രയേറെ പ്രണയം അവർക്ക് തോന്നുന്നുണ്ട്. അത്രയും സ്വീറ്റ് ആയിട്ടുള്ള മെമ്മറീസ് തന്നെയാണ് കാണിക്കുന്നത്, ഫ്യൂച്ചറാണ് കാണിക്കുന്നത്. ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് എന്ന് പറയുന്നത് നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കാലയളവ് മാത്രമാണ് എന്ന് കരുതുക. സ്നേഹം 10 മടങ്ങായിട്ട് നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് തന്നെയാണ് ലാസ്റ്റ് കാർഡ് പറയുന്നത്, ഡിവൈൻ മാച്ച്. ഫോളോയിങ് യുവർ ഡെസ്റ്റിനി ആൻഡ് എ ലവ് ദാറ്റ്സ് മീൻ ടു ബി. സോൾമേറ്റ് ആണ്, ട്വിൻ ഫ്ലെയിം ആണ്. ഇനി എന്താണ് പറയേണ്ടത്? നിങ്ങളുടെ വിധിയെ പിന്തുടരാനാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളിലേക്ക് ഒപ്പമുണ്ടാകാൻ പോകുന്ന പ്രണയത്തെയും ഇവിടെ പറയുന്നു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ആ ഒരു പ്രണയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൂടുതലായിട്ട് തരാനായിട്ട് അവർ പോവാണ്. അവർക്ക് ഫീൽ ചെയ്യുന്നത് ഇത് ഡിവൈൻ കണക്ഷൻ എന്നാണ്. ആ ഒരു തലത്തിലേക്ക് ഈ ഒരു ബന്ധത്തെ യൂണിവേഴ്സ് ഉയർത്തിക്കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഒരു സ്റ്റക്ക് എനർജി നിങ്ങളുടെ നാശത്തിനല്ല, നിങ്ങളുടെ ദുഃഖത്തിനല്ല എന്ന് കരുതുക. എന്താണ് പിന്നെ? നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ ഫ്യൂച്ചർ തന്നെയാണ് കാർഡ്സ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ശക്തമായൊരു പ്രണയത്തെ കാണിക്കുന്നു, സോൾമേറ്റ് കണക്ഷനെ കാണിക്കുന്നു, ട്വിൻ ഫ്ലെയിം കണക്ഷനെ കാണിക്കുന്നു. ഇതൊരു ഡിവൈൻ കണക്ഷൻ ആണെന്ന് തിരിച്ചറിയുന്നു. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട്, പ്രപഞ്ചം നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾ അനുഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. ടാരോ കാർഡ് നോക്കാം. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് യൂണിവേഴ്സ് നൽകുന്ന സൈൻ എന്താണെന്ന് നോക്കാം. എന്താണ് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും എനർജി? ഒരക്കളുടെയൊക്കെ എന്ത് തന്നെ ആയാലും ഡിവൈൻ കണക്ഷൻ ആണ് എന്ന് പറഞ്ഞു. നൈറ്റ് ഓഫ് കപ്സ്,
മൂൺ എനർജി, ഫൈവ് ഓഫ് പെൻഡക്കിൾ, ടെൻ ഓഫ് കപ്സ്, സിക്സ് ഓഫ് പെൻഡക്കിൾ, Knight of Pentacle, Princess of Cups, ഒരു കാർഡും കൂടി എടുക്കാം, കിങ് ഓഫ് പെൻഡക്കിൾ. അപ്പോൾ കിങ്ങിൻ്റെയും ക്യൂനിൻ്റെയൊക്കെ എനർജിയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് തന്നെയാണ്. ഒരിക്കൽ ടെക്ക് പറഞ്ഞതുപോലെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് ഫ്യൂച്ചർ തന്നെയാണ്. ഈ കാർഡ്സും പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നമുക്ക് വിശദമായിട്ട് നോക്കാം. ആദ്യത്തെ കാർഡ് നൈറ്റ് ഓഫ് കപ്സ് കാർഡ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് തോന്നുന്നത് റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് തന്നെയാണ്. സീക്കിങ് കണക്ഷൻ എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഡീപ്പ് ലവ് എന്നാണ്. ഇതൊരു സോൾമേറ്റ് കണക്ഷൻ തന്നെയാണ്. ഈ ബന്ധത്തിൽ ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. അവരിലെ ഇമോഷൻ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വരണം, നിങ്ങളെ അവരുടെ ഫ്യൂച്ചറിലേക്ക് ക്ഷണിക്കണം. അതിനവർ തയ്യാറെടുത്ത് കഴിഞ്ഞു. ആ ഒരു യാത്രയെ, ആ ഒരു ജേണിയാണ് ഇവിടെ പറയുന്നത്. തയ്യാറെടുപ്പിനെയാണ് പറയുന്നത്. പോസിറ്റീവായിട്ടുള്ള കാർഡ് തന്നെയാണ് ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുക. മൂൺ എനർജിയാണ്. ഫുൾ മൂൺ അഫർമേഷൻ ചെയ്തവർക്ക് ഇവിടെ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന യൂണിവേഴ്സ് കേട്ടു എന്നാണ് പറയുന്നത്. ഇത്രയും നാളും നിങ്ങളുടെ പേഴ്സൺ ഒരു സ്റ്റക്ക് എനർജി ഉണ്ടായിരുന്നു, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ലായിരുന്നു. എന്നാൽ ഇന്ന് അവരെ തന്നെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട്, മൂണിൻ്റെ ആ ഒരു ലൈറ്റിനെ വിശ്വസിച്ചുകൊണ്ട് ശരിയായ ദിശയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു, നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. ഇവിടെ തീരുമാനമെടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് മറ്റുള്ള വ്യക്തികളുടെ എനർജി തന്നെയാണ്. ഒരു ഇല്യൂഷനിൽ പെട്ടതുപോലെ ആയിരുന്നു അവർക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇന്ന് അവരെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട്, അവരുടെ ഇൻറ്റ്യൂഷനെ മനസ്സിലാക്കിക്കൊണ്ട് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള തയ്യാറെടുപ്പിനെയാണ് കാണിക്കുന്നത്. യൂണിവേഴ്സൽ സറണ്ടർ ആവാണ്. നിങ്ങൾ വന്നാലേ, നിങ്ങളിലേക്ക് എത്തിയാലേ അവർ സേഫ് ആവുകൂ എന്ന് അവർ മനസ്സിലാക്കുന്നു. ആ ഒരു ജേണി ആരംഭിച്ചു കഴിഞ്ഞു. ഫൈവ് ഓഫ് പെൻഡക്കിൾ നിങ്ങളുടെ എനർജിയാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു കാര്യമാണ് ഫൈവ് ഓഫ് പെൻഡക്കിൾ. ഫിനാൻഷ്യൽ പരമായി നോക്കുകയാണെങ്കിൽ, കാരണം വെച്ച് കഴിഞ്ഞാൽ പെൻഡക്കിൾ കാർഡാണല്ലോ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ചെറിയൊരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ട്, സ്റ്റക്ക് ഉണ്ടായിട്ടുണ്ട്. അത് കാരണം ഒരു ഹെൽത്ത് ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ ചിന്തിക്കുന്നത് വെച്ചാൽ എന്നിലേക്ക് എൻ്റെ പ്രപഞ്ചം അനുഗ്രഹിക്കുന്നില്ലേ, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സ്റ്റക്ക് എനർജി വന്നിട്ടുള്ളത്? അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങൾ വറി ചെയ്യുന്നത് നിങ്ങളുടെ സെക്യൂരിറ്റിക്കാണ്. അവിടെ പ്രോഗ്രസ് ഉണ്ടാകുമോ, ഒരു സ്റ്റക്ക് എനർജി ഉണ്ടാവുമോ? എന്നാൽ പ്രപഞ്ചം പറയുന്നത് ചെറിയൊരു സ്റ്റക്ക് എനർജി വന്നുവെങ്കിൽ അതിനുള്ള പോംവഴിയും അതിനുള്ള വഴിയും നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് മുന്നിൽ തന്നിട്ടുണ്ട്. പോസിറ്റീവ് തിങ്കിങ് ആണ് ആവശ്യം. ആ ഡോർ ഓപ്പൺ ചെയ്യുക. ആ ഡോർ ഓപ്പൺ ചെയ്താൽ നിങ്ങളിലേക്കുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. ഒരു മാജിക്കൽ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കായിട്ട് വരുന്നുണ്ട്. ചെറിയ സ്റ്റക്ക് എനർജി ഒക്കെ ഉണ്ടാവാം, പക്ഷേ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഇവിടെ ആവശ്യമില്ല. പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടിയിട്ട് നിങ്ങളിലേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയെ, ആ ഡോറിനെ ഓപ്പൺ ചെയ്യുക. അടുത്ത ദിവസങ്ങളിലായിട്ട് നിങ്ങളിലേക്ക് വരുന്ന ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ് കാർഡ്സ് പറയുന്നത്. സാധ്യത തന്നെയാണ്. നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ ഫ്യൂച്ചർ ഭദ്രമാണ്. യൂണിവേഴ്സിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഭദ്രമാണ്, സുരക്ഷിതമാണ്. യെസ്, കപ്സ് കാർഡാണ്, ടെൻ ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് തോന്നുന്ന ഫീലിങ്സിനെയാണ്, ഇമോഷനെയാണ് കപ്സ് കാർഡ് പറയുന്നത്. ഇതൊരു കമ്മ്യൂണിറ്റി തന്നെയാണ്, സോൾമേറ്റ് കണക്ഷനാണ്. ഇതിലൊരു കോംപ്രമൈസും ഇല്ല എന്ന് യൂണിവേഴ്സ് പറയാണ്. എവിടെയും ഈ ബന്ധം എന്തായി പോവില്ല. അത്രയേറെ സന്തോഷ നിമിഷങ്ങളാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. ഹാർമണി എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഇതൊരു ഡിവൈൻ കണക്ഷൻ എന്ന് ഇവിടെ ടാരോ കാർഡും പറയുന്നു.
അവരുടെ ഹേർട്ട് ഓപ്പൺ ചെയ്യുന്നത് നിങ്ങളേക്ക് തന്നെയാണ്. നിങ്ങളുമൊത്തുള്ള ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നു. റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത്രയേറെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അത്രയേറെ പ്രണയം നിങ്ങളോട് തോന്നുകയാണ്. ഇനി ഒന്നും പറയാനില്ല. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒത്തിരി പേർക്ക് കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ് മാരേജിലേക്ക് നയിക്കുന്ന ഒരു എനർജി തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരികയാണ്. എന്താണ് പറയേണ്ടത്? ബാലൻസ് കാർഡാണ് 6 ഓഫ് പെന്റക്കിൾ. 2 വഴികളിലൂടെ, 2 സ്ഥാപനങ്ങളിലൂടെ, 2 വ്യക്തികളിലൂടെ നിങ്ങൾക്ക് വരുന്ന പുരോഗതി, ബാലൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള നല്ല നിമിഷങ്ങൾ ഇവിടെ കാണിക്കുന്നു. തൊട്ടു പിന്നാലെ കിട്ടിയിട്ടുള്ളത് പെന്റക്കിളാണ്. നിങ്ങളിലേക്ക് വരുന്ന പുരോഗതി എല്ലാ രീതിയിലും യൂണിവേഴ്സ് നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. 6 പെന്റക്കിൾ ഉണ്ട്. പക്ഷെ നിങ്ങളുടെ കയ്യിലേക്ക് വരുന്ന ആ 2 പെന്റക്കിൾ എന്ന് പറയുന്നത് അത്രയേറെ വിലപിടിപ്പുള്ളതാണ്. നിങ്ങളിലേക്ക് വരുന്ന അബണ്ടൻസ്, നിങ്ങളിലേക്ക് വരുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ സ്നേഹം എല്ലാം ഇതിൽ ഉൾപ്പെടും. അപ്പോൾ അബണ്ടൻസും സ്നേഹവും ഒരുമിച്ച് എന്നാണ് പറയുന്നത്. അതൊരു ബാലൻസിൽ എത്താണ്. നൈറ്റ് ഓഫ് പെന്റക്കിൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ് നൈറ്റ് ഓഫ് പെന്റക്കിൾ കാർഡ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്ന് പറയുന്നത് ഹാർഡ് വർക്കാണ് കാണിക്കുന്നത്. രാവും പകലും അധ്വാനിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി. ഡിറ്റർമിനേഷനോട് കൂടി തന്നെയാണ് അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ഫോക്കസ് ചെയ്യുന്നത് അവരുടെ മെറ്റീരിയൽ സെക്യൂരിറ്റിക്കാണ്. അവരിപ്പോൾ സേഫായിട്ടിരിക്കുകയാണ്. അവരുടെ കരിയറിൽ പ്രോഗ്രസ് തന്നെയാണ് യൂണിവേഴ്സ് കാണിക്കുന്നത്. അവർ പദ്ധതിയിടുന്നത് നല്ലൊരു ഫ്യൂച്ചർ അവരിലേക്ക് വരണം. ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ ഇവിടെ ലവിന് പോലും സ്ഥാനമുള്ളൂ, അല്ലേ? അപ്പോൾ നിങ്ങളുമൊത്തുള്ള ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നു. ഇവിടെ ഫൗണ്ടേഷനാണ് കാണിക്കുന്നത്. അടിത്തറ കെട്ടിക്കൊണ്ട് തന്നെയാണ് അവർ മുന്നോട്ട് ഫോക്കസ് ചെയ്യുന്നത്. അടിത്തറ സ്ട്രോങ് അല്ലെങ്കിൽ എന്തുണ്ടാവും? മൊത്തത്തിൽ അങ്ങോട്ട് തകർന്നു വീഴും. എന്നാൽ നിങ്ങളത്തുള്ള ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുമ്പോൾ എല്ലാ രീതിയിലുമുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ അവർ പദ്ധതി ഇടുന്നുണ്ട്. അത് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പ്രിൻസസ് ഓഫ് കപ്സ് നിങ്ങളുടെ എനർജിയാണ്. നിങ്ങളൊരു സ്വപ്ന സഞ്ചാരിയാണെന്ന് പറയുന്നു, ഡ്രീമറാണെന്ന് പറയുന്നു. നിങ്ങളിലേക്ക് വരാൻ പോകുന്ന മാജിക്കായിട്ടുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഹേർട്ട് നിങ്ങളിലേക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്ന നിമിഷത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ എക്സൈറ്റഡ് ആണെന്ന് യൂണിവേഴ്സ് പറയുന്നു. നെക്സ്റ്റ് എന്താ സംഭവിക്കുക എന്നുള്ള എക്സൈറ്റ്മെൻറ്റിനെയാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങൾ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത്. ശുഭാപ്തി വിശ്വാസം തന്നെയാണ് കാർഡ്സ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള സ്നേഹത്തെ തന്നെയാണ് കാർഡ്സ് പറയുന്നത്. കിങ് ഓഫ് പെന്റക്കിൾ രാജാവിനെ പോലെ തീരുമാനമെടുക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. കിങ്ങിനെ പോലെ തീരുമാനമെടുക്കുന്നു. എല്ലാ രീതിയിലുമുള്ള പുരോഗതിയാണ് കാർഡ്സ് പറയുന്നത്. ഓവർഫ്ലോയിങ് മെറ്റീരിയൽ അബണ്ടൻസ്. ക്ഷമയോടുകൂടി അവർ വെയിറ്റ് ചെയ്യുന്നത് അവരിലേക്ക് വരുന്ന നേട്ടത്തെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. ആ നേട്ടം എന്ന് പറയുന്നത് അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഫലം തന്നെയാണ്. ഇവിടെ കംഫർട്ടായിട്ടുള്ള സോണിന് തന്നെയാണ് കാർഡ് പറയുന്നത്. പേഴ്സണൽ ഗ്രോത്ത് അവർക്ക് എല്ലാ രീതിയിലും ഉണ്ടാകുന്നുണ്ട്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ തന്നെ അവർക്ക് പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് അവരുടെ ലൈഫിൽ സംഭവിക്കുന്നത്. പെന്റക്കിൾ കാർഡ് പറയുന്നത് പ്രോസ്പെരിറ്റി ആൻഡ് സക്സസ് എന്നാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രോസ്പെരിറ്റി തന്നെയാണ്, സക്സസ് തന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. ഇവിടെ അത്രയേറെ സന്തോഷിച്ചുകൊണ്ട് എല്ലാം നേടിയെടുത്ത ഒരു വ്യക്തിയുടെ എനർജിയാണ്. നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ തന്നെ എല്ലാം നേടിയെടുത്ത് കഴിഞ്ഞു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജീവിതം നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. ഓക്കെ, നമുക്ക് ഇനി ടൈം കാർഡ് കൂടി എടുക്കാം. വോയിസ് കുറച്ച് അടഞ്ഞിട്ടുണ്ട്, സ്നീസിങ് കുറച്ചുണ്ട്. ഓൺ എനി ഫ്രൈഡേ in 24 days, within 8 months, within 1 week. 4 കാർഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ 4 കാർഡിൽ ഒരു കാർഡ് മാത്രമാണ് 8 മാസം എന്ന് കിട്ടിയിട്ടുള്ളത്.
ആദ്യത്തെ കാർഡ്, ഓൺ എനി ഫ്രൈഡേ in 24 days, within 8 months, within 1 week. അപ്പോൾ കാർഡ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുകയാണെങ്കിൽ സ്വീകരിക്കാം. ഏതെങ്കിലും ഒരു കാർഡിനെ മാനിഫെസ്റ്റ് ചെയ്യുക, പോസിറ്റീവ് തിങ്കിങ്ങിനെ കൊണ്ടുവരിക, എനിക്കത് സാധിച്ചു തന്നതിന് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക. കുറച്ച് കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, സമയം കിട്ടാത്തതുകൊണ്ടാണ്. പോരാത്തതിന് ഇന്ന് ചെറിയ രീതിയിലുള്ള സ്നീസിങ്ങും ഉണ്ട്. ഇവിടെ റീഡിങ് ഞാൻ നിർത്തുകയാണ്. റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും, നിങ്ങളുടെ സ്വന്തം നിംസ്.